ഫങ്ഷൻസ് എന്ന മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫങ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാമുകളെ തയ്യാറാക്കുന്നതാണ് മൊഡ്യൂലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ വലിയ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ആ വലിയ പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ മൊഡ്യൂലറൈസേഷൻ എന്ന് പറയുന്നത്. എ ലാർജ് പ്രോഗ്രാം ഈസ് ബ്രോക്കൺ ഡൗൺ into sub-programs or modules എന്ന് പറയും. The process of breaking large programs into smaller sub-programs is called the modularization. The sub-programs are also called functions. അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന ചെറിയ പ്രോഗ്രാമുകളാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ഫങ്ഷൻസ് എന്നുള്ളത് ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ മാരേജ് ഫങ്ഷൻ ചെയ്യുമ്പോൾ മാരേജ് ഫങ്ഷൻ ആവുമ്പോൾ അപ്പോൾ അവിടെ ആ വീട്ടിലുള്ള അംഗങ്ങൾ അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഏട്ടൻ്റെയോ എഴുത്തിയുടെ മാരേജ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ, അവർക്ക് എല്ലാവർക്കും ആ വീട്ടിലുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ഓരോരോ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ഒരാൾ തന്നെ ഓടുക എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഓരോ ചില ഭാഗത്ത് ക്ഷണിക്കേണ്ട കാര്യങ്ങൾ അല്ലേ, ക്ഷണിക്കേണ്ട കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മാത്രം ഓടുക അല്ലെങ്കിൽ അമ്മ മാത്രം പോവുക, അത് മാത്രമല്ല അല്ലേ, ചിലപ്പോൾ ഏട്ടൻ പോവും അല്ലെങ്കിൽ നിങ്ങൾ പോവും അല്ല നിങ്ങൾക്ക് ഇനി വേറെ ആരെങ്കിലും ഇടയിലുള്ള ഏട്ടനുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പോകും. അപ്പോൾ ഓരോരോ പ്രവർത്തനങ്ങളും ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ പ്രവർത്തനത്തെ മികവുറ്റതാക്കി മാറ്റുക എന്നുള്ളതാണ് ആ ഒരു മാരേജ് ഫങ്ഷൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫങ്ഷൻസിനെ നമുക്ക് ചെറിയ പ്രോഗ്രാമുകളാക്കി മാറ്റുന്ന പ്രവർത്തനമാണ്, അതാണ് മൊഡ്യൂലറൈസേഷൻ. അങ്ങനെ തയ്യാറാക്കുന്ന ചെറിയ പ്രോഗ്രാമുകളെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷനുകളെ നമുക്ക് ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ എന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ബിൽറ്റ് ഇൻ ഓർ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആൻഡ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ C++ പ്രോഗ്രാമിങ്ങിൽ അല്ലേ, ഇപ്പം നമ്മൾക്ക് C++ പ്രോഗ്രാം ലൈബ്രറിയിലുള്ള ഹെഡർ ഫയലുകളിൽ സൂക്ഷിച്ചിട്ടുള്ളവയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരാൾ തയ്യാറാക്കുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ഒരാൾ തയ്യാറാക്കുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ആർ റിട്ടൺ ബൈ ദ യൂസർ ഫോർ സ്പെസിഫിക് ടാസ്ക്സ്. 2 methods are used for modular programming, top down and bottom up method. അപ്പോൾ അത് രണ്ട് തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചാണ് നമുക്കത് ഡിസൈൻ ചെയ്യുന്നത്. ടോപ്പ് ഡൗൺ ഡിസൈനും അതേപോലെ ബോട്ടം അപ്പ് ഡിസൈനും അല്ലേ. അപ്പോൾ അങ്ങനെ 2 തരത്തിലുണ്ട്. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഈ മൊഡ്യൂലർ പ്രോഗ്രാമിംഗ്, ആ മൊഡ്യൂലർ പ്രോഗ്രാമിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. റിഡക്ഷൻ ഇൻ പ്രോഗ്രാം സൈസ് പരമാവധി ചുരുക്കാൻ വേണ്ടി സാധിക്കുന്നു, വലിപ്പം കുറയ്ക്കുന്നു, പ്രോഗ്രാമിൻ്റെ വലിപ്പം കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ആവർത്തിക്കുന്ന ടാസ്കുകളൊക്കെ വേർതിരിച്ചുകൊണ്ട് പ്രത്യേകം പേരുള്ള ഫങ്ഷനുകളാക്കി മാറ്റുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ, ലെസ് ചാൻസ് ഓഫ് ഇറർ, തെറ്റാനുള്ള സാധ്യത കുറയുന്നു. ആ പ്രോഗ്രാമിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത കുറയുന്നു. പ്രോഗ്രാമിൻ്റെ വലിപ്പം കുറയുമ്പോൾ ആ സിൻടാക്സ് ലോജിക്കൽ എററുകൾ സാധാരണയായിട്ട് എന്ത് ചെയ്യും, അത് കുറഞ്ഞു വരുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, പ്രോഗ്രാമിൻ്റെ സങ്കീർണത കുറയുന്നു. വലിയ പ്രോഗ്രാമിനെ ഫങ്ഷനുകളാക്കുമ്പോൾ ആ സങ്കീർണമായ പ്രോഗ്രാം അത് ലഘുവായിട്ട് മാറുന്നു. ദെൻ ഇംപ്രൂവ് ദ റീയൂസബിലിറ്റി, പുനരുപയോഗം കൂടുന്നു. പുനരുപയോഗം നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു തവണ എഴുതുന്ന ഫങ്ഷൻ അത് ആവശ്യമുള്ള സമയത്ത് എപ്പോഴാണോ എവിടെയാണോ ആവശ്യമായി വരുന്നത് അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇംപ്രൂവ് റീയൂസബിലിറ്റി. ഓക്കെ, ഇതൊക്കെയാണ് മൊഡ്യൂലർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. റിഡക്ഷൻ ഇൻ പ്രോഗ്രാം സൈസ്, ലെസ് ചാൻസ് ഓഫ് ഇറർ, reduce programming complexity, improve reusability.
എന്നാൽ ഇതിനൊക്കെ അഡ്വാൻറ്റേജിൻ്റെ ഒപ്പം തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഇറ്റ് റിക്വയേഴ്സ് മോർ ടൈം ആൻഡ് മെമ്മറി. കൂടുതൽ സമയവും മെമ്മറിയും അവിടെ ആവശ്യമായി വരുന്നു. കൂടുതൽ സമയവും മെമ്മറിയും അവിടെ ആവശ്യമായിട്ട് വരുന്നു. അതായത് ഡിസഡ്വാൻറ്റേജ് ആണ്, മൊഡ്യൂളർ പ്രോഗ്രാമിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. റോൾ ഓഫ് മെയിൻ ഫംഗ്ഷൻ എന്താണ്? ദ മെയിൻ ഫംഗ്ഷൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻ C++. മെയിൻ ഫംഗ്ഷൻ എന്നുള്ളത് എന്താ? ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻ C++. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ. ആൻഡ് it execute the execution of C++ program begins and ends such main function. എല്ലാ പ്രവർത്തനവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും മെയിൻ ഫംഗ്ഷനിലാണ്. By default the main function returns an integer value to the operating system. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ഇൻറ്റിജർ വാല്യൂ മടക്കി കൊടുക്കുന്നു. ദെൻ അതാണ് റോൾ ഓഫ് മെയിൻ ഫംഗ്ഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് മൊഡ്യൂളർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക. ദെൻ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. The console input-output functions are functions which reads directly from the keyboard and outputs to the monitor. കീബോർഡ് വഴി ഇൻപുട്ട് സ്വീകരിക്കുകയും മോണിറ്ററിൽ കാണിക്കുകയും ചെയ്യുന്നതാണ് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളത്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കീബോർഡ് വഴി ഇൻപുട്ട് സ്വീകരിക്കുക, മോണിറ്ററിൽ അതിനെ കാണിക്കുക, അത് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒരു ഹെഡർ ഫയൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. CSTDIO എന്ന ഹെഡർ ഫയൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ അതിൽ വരുന്ന കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ getChar ഫംഗ്ഷൻ, ഇറ്റ് റിട്ടേൺസ് എ സിംഗിൾ ക്യാരക്ടർ ഫ്രം ദ കീബോർഡ്. ഒരു സിംഗിൾ ക്യാരക്ടർ, കീബോർഡിൽ നിന്നും ഒരു ക്യാരക്ടറിനെ മാത്രം റീഡ് ചെയ്തെടുക്കാനാണ് getChar എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. char ch equal to getChar ഫംഗ്ഷൻ. എങ്ങനെയാണ് അതിൻ്റെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. ദെൻ putChar ഫംഗ്ഷൻ, ഇറ്റ് ഡിസ്പ്ലേസ് ഓർ പ്രിന്റ്സ് എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെ മാത്രം പ്രിന്റ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. അത് പ്രിന്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, putChar displays or prints a single character. char ch equal to p, putChar of ch. അപ്പോൾ എന്താണ് p എന്നുള്ളത് സ്ക്രീനിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ സ്ട്രീം ഫങ്ഷൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അപ്പോൾ C++ സപ്പോർട്ട്സ് എ നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. യൂസറിനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്കും ഇടയിൽ കാണുന്ന ഒരു മാധ്യമമാണ് സ്ട്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബൈറ്റുകളുടെ ഒരു കൂട്ടമാണ്. എ സ്ട്രീം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ബൈറ്റ്സ് എന്ന് പറയാം. സ്ട്രീംസ് ആർ അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ഫങ്ഷൻ സ്റ്റോർഡ് ഇൻ IO സ്ട്രീം ഹെഡർ ഫയൽ. സ്ട്രീമുകളെ ഉപയോഗിക്കാനുള്ള ഫങ്ഷനുകൾ IO സ്ട്രീം എന്ന ഹെഡർ ഫയലിലാണ് ഉള്ളത്. സ്ട്രീമുകളെ ഉപയോഗിക്കാനുള്ള ഫംഗ്ഷനുകൾ IO സ്ട്രീം എന്ന ഹെഡർ ഫയലിലാണ് ഉള്ളത്. ഇൻപുട്ട് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഗെറ്റ് ഫംഗ്ഷൻ ഈസ് ആക്സെപ്റ്റ് എ സിംഗിൾ ക്യാരക്ടർ ഓർ സ്ട്രീം ത്രൂ ദ കീബോർഡ്. ഒരു ക്യാരക്ടർ മാത്രം ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഗെറ്റ് ഫംഗ്ഷൻ. ഒരു ക്യാരക്ടർ മാത്രം ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് ഗെറ്റ് ഫംഗ്ഷൻ. char ch, then ch equal to cin dot get of ch. It accepts a character and stores in ch. അപ്പോൾ അവിടെ ഒരു ക്യാരക്ടറിനെ സ്വീകരിക്കുകയും അത് CHലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. cin dot get of ch. It accepts a character and stores in ch. Okay. Then getLine function. The getLine function is used to accept a string through the keyboard. It reads a string until a new line character is read. അപ്പോൾ ന്യൂ ലൈൻ നൽകുന്നത് വരെയുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ അല്ലെ, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ക്യാരക്ടറുകൾ ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതാണ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. cin dot get line, ലൈൻ കോമ സൈസ്. അവിടെ
സൈസ് എന്നത് പരമാവധി ഉൾപ്പെടുത്താവുന്ന ക്യാരക്ടറുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കുക. ദ ഫോർമാറ്റ് ഓഫ് ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ ലൈൻ കോമ സൈസ്. അപ്പോൾ ലൈൻ ഈസ് ദ നെയിം ഓഫ് ദ വേരിയബിൾ വിച്ച് സ്റ്റോർസ് ദ ലൈൻ ഓഫ് ടെക്സ്റ്റ്. സൈസ് ആണെങ്കിൽ സൈസ് സ്പെസിഫൈസ് ദ maximum number of characters which can be stored in line. ഓക്കെ, അവിടെ ഒരു അത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ ഗെറ്റ് ലൈൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ ക്യാർ നെയിം ഓഫ് 40 ക്യാരക്ടേഴ്സ് വരെ എൻ്റർ ദ നെയിം, ദെൻ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ നെയിം കോമ 40. ഇപ്പോൾ കണ്ടോ, ലൈൻ സൈസ്, ലൈൻ അതായത് ലൈൻ ഈസ് ദ നെയിം ഓഫ് ദ വേരിയബിൾ which stores line of text and size 40 എന്നുള്ളത് it specifies maximum number of characters which can be stored in line. അതിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കാവുന്ന പരമാവധി ക്യാരക്ടറുകളുടെ എണ്ണം. then cout name return 0. ഓക്കെ, then അതേപോലെ തന്നെ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ പോലെ തന്നെ ഔട്ട്പുട്ട് ഫംഗ്ഷനുകളും ഉപയോഗിക്കുന്നു. The output functions allows flow of bytes stream from മെമ്മറി ടു ഔട്ട്പുട്ട് ഒബ്ജക്റ്റ് cout. cout ഒബ്ജക്റ്റ് ഉപയോഗിച്ച് സ്ട്രീമുകളെ ഔട്ട്പുട്ട് ചെയ്യിക്കാനുള്ള ഫംഗ്ഷനുകളാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ദ പുട്ട് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ സിംഗിൾ ക്യാരക്ടർ. ഒരു ക്യാരക്ടർ മാത്രം ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് പുട്ട് ഫംഗ്ഷൻ. ഒരു ക്യാരക്ടർ മാത്രം ഔട്ട്പുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് പുട്ട് ഫംഗ്ഷൻ. എക്സാമ്പിൾ ക്യാർ ch ഈക്വൽ ടു സിംഗിൾ കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നു cout put of ch. Then write function. The write function is used to display a string. നേരത്തെ ഗെറ്റും ഗെറ്റ് ലൈനും പറഞ്ഞ പോലെ ഇവിടെ എന്താണ് സ്ട്രിങ്. റൈറ്റ് ഫംഗ്ഷൻ എന്താണ്, സ്ട്രിങ്ങിനെ കാണിക്കാനുള്ള ഫംഗ്ഷനാണ്, സ്ട്രിങ്ങിനെ. ഓക്കെ, ദെൻ ക്യാർ str of 10 ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനകത്ത് ഹലോ cout റൈറ്റ് ഓഫ് str, 10. അപ്പോൾ ഇവിടെ സ്ട്രിങ്ങിനെയാണ് ഓക്കെ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, string functions. A string is a group of characters. String functions are string used to manipulate a string. Then the header file C string is used for this function. So string എന്ന് പറയുന്നത് എന്താ? It is a group of characters. Group of characters കൂടി ചേർന്ന ഒരു സ്ട്രിങ് ആവുന്നു. അതേപോലെ തന്നെ അതിന് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഹെഡർ ഫയലാണ്. സ്ട്രിങ്ങുകൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഹെഡർ ഫയലാണ് സി സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് സ്ട്രിങ് ഫങ്ഷൻസ് എന്ന് നോക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. strlen എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strlen എന്നുള്ള ഫംഗ്ഷൻ. strlen. അപ്പോൾ strlen ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എക്സാമ്പിളിൽ നോക്കുക, n ഈക്വൽ ടു strlen ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ എന്നുള്ളതിൽ എത്ര ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്? 8 അല്ലേ? സ്റ്റോർസ് 8 in n number of characters in the string. 8 characters സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 8 ക്യാരക്ടേഴ്സിന് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, അതിനു വേണ്ടിയിട്ടാണ് strlen ഉപയോഗിക്കുന്നത്. ദെൻ strcpy അതെന്തിനാണ്? ദ strcpy ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻ ടു അനദർ. ഒരു സ്ട്രിങ് കൂടെ മറ്റൊരു സ്ട്രിങ് ആഡ് ചെയ്യാൻ, അതായത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ strcpy, ഇവിടെ എക്സാമ്പിൾ നോക്കുക. strcpy st, think കോപ്പീസ് കോൺസ്റ്റന്റ് സ്ട്രിങ് think ടു st കോപ്പി ചെയ്യുന്നു. ഈ കോൺസ്റ്റന്റ് സ്ട്രിങ് കോപ്പി ചെയ്യുന്നു എന്നാണ് strcpy. സ്ട്രിങ് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ strcat ആകുമ്പോഴാണ് strcat ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ജോയിൻ വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. കോൺകാറ്റിനേറ്റ്, കൂട്ടിച്ചേർക്കുക കേട്ടോ. ഇവിടെയാണ് കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത്. കൂട്ടിച്ചേർക്കുക, നേരത്തെ സ്ട്രിങ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്, സ്ട്രിങ്ങിനെ
മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നു. എന്നാൽ ഇവിടെ str.cat എന്ന് പറയുമ്പോൾ കമ്പൈൻ ചെയ്യുക. 2 സ്ട്രിങ് ഉണ്ട്, ആ 2 സ്ട്രിങ്ങിന് ഏതാണ്ടോ വെൽക്കം ആൾ. അപ്പോൾ എന്താണ് cout s1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ആൾ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. ഡിസ്പ്ലേസ് വെൽക്കം ആൾ എന്നല്ല, അത് ശ്രദ്ധിക്കുക. വെൽക്കം ആൾ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നാണ്. വെൽക്കം ആൾ, അത് രണ്ടും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് ഒരു സ്ട്രിങ് ആക്കി മാറ്റുന്നു str.cat എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച്. strcmp അടുത്ത ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ്. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഇവിടെ strcmp എന്നത് ഉപയോഗിക്കുന്നത്. The function returns 0 if both strings are equal. 2 സ്ട്രിങ്ങും ഒരേ ഇതിൽ വരാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അവിടെ 0 ആണ് റിട്ടേൺ ചെയ്യുക. അതായത് ഒരേ ലെങ്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ലെങ്ത് വന്നാലും എന്താ, അത് 0 ആയിട്ടാണ് റിട്ടേൺ ചെയ്യുക. അതേ സമയത്ത് എന്താണ്, നെഗറ്റീവ് വാല്യൂ ആണെങ്കിലോ സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ലോവർ ദാൻ സ്ട്രിങ് 2. ലോവർ ദാൻ സ്ട്രിങ് 2. സ്ട്രിങ് 2നേക്കാളും ലെങ്ത് കുറവാണ്. ആദ്യത്തെ ഇതിൽ എക്സാമ്പിളിൽ ആദ്യത്തെ നോക്കി നോക്കൂ, അജയ്, സഞ്ജു അല്ലേ. അജയ് എന്നുള്ളതിൽ 4 ലെറ്റേഴ്സിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിൽ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ ആണെന്നുണ്ടെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുന്നത്, നെഗറ്റീവ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. പോസിറ്റീവ് വാല്യൂ ഇഫ് സ്ട്രിങ് 1 ഈസ് ആൽഫബറ്റിക്കലി ഹയർ ദാൻ സ്ട്രിങ് 2. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇവിടെ സ്മാൾ എന്നുള്ളതാണ് ഈ സ്ട്രിങ് ആണ്, സ്മാൾ എന്നുള്ള സ്ട്രിങ് ആണ് കൂടുതൽ വലിപ്പമുള്ളത് ബിഗിനേക്കാളിലും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, യെസ്, അത് പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യും. ACE അത് രണ്ടും ഒരേപോലെ, ഒരേ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അത് 0 ആണ് റിട്ടേൺ ചെയ്യുക. strcmpi. ഇവിടെ strcmpi എന്നുള്ള ഫംഗ്ഷൻ യൂസ്ഡ് ടു കമ്പയർ ടു സ്ട്രിങ്സ് ഇഗ്നോറിങ് കേസസ്. കേസസ് അവിടെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ അങ്ങനെ കേസസ് ഇഗ്നോർ ചെയ്തിട്ട്, അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചറിയാം ACE സ്മാൾ ലെറ്റർ അല്ലേ, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ, ദാറ്റ് റിട്ടേൺസ് 0. ദെൻ സ്മാൾ ബിഗ്, ദെൻ പോസിറ്റീവ്, ദെൻ ഇവിടെയും അജയ്, സഞ്ജു അത് നെഗറ്റീവ്. പക്ഷേ എന്താണ്, ഇഗ്നോറിങ് കേസസ് അവിടെ ഇഗ്നോർ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ദ ഫംഗ്ഷൻ വിൽ ട്രീറ്റ് ബോത്ത് ദ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് സെയിം ഫോർ കമ്പാരിസൺ. സെയിം അപ്പർ കേസും ലോവർ കേസും സെയിം, കമ്പയർ ചെയ്യുമ്പോൾ സെയിം ആയിട്ട് എടുക്കുന്നു. ദ ഫംഗ്ഷൻ റിട്ടേൺ 0 ഇഫ് ദ 2 സ്ട്രിങ്സ് ആർ ഐഡന്റിക്കൽ, സെയിം. A negative value if string 1 less than string 2. Positive value if string 1 greater than string 2. Okay. Then അടുത്ത mathematical functions ഉണ്ട്. Mathematical function ABS. The header file CMath is used for the mathematical function. Mathematical function ഉപയോഗിക്കുമ്പോൾ CMath എന്ന header file ആണ് ഉപയോഗിക്കുന്നത്. ABS എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ABS എന്തിനാണ്? It returns the absolute value of an integer. ഒരു ഇൻറ്റിജറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഈ എക്സാമ്പിൾ നോക്കുക, ABS ഓഫ് -25 ദാറ്റ് റിട്ടേൺസ് 25. അപ്പോൾ -25 ആയി അത് പോസിറ്റീവായിട്ട് മാറുന്നു. പോസിറ്റീവ് 25 ആണെങ്കിൽ പോസിറ്റീവ് 25 തന്നെ വരുന്നു കേട്ടോ. SQRT ഇറ്റ് റിട്ടേൺസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ SQRT ഓഫ് 36 ദാറ്റ് റിട്ടേൺസ് 6 അല്ലേ. SQRT ഓഫ് 36 റിട്ടേൺസ് 6. അടുത്ത മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ POW, പവർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പവർ 2,3 അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പവർ 2,3. അപ്പോൾ 2 × 2 raised to 3 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ 2 × 2 × 2. അപ്പോൾ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വില ദാറ്റ് 8. ദാറ്റ് റിട്ടേൺസ് 8. അടുത്ത ക്യാരക്ടർ ഫംഗ്ഷൻ കൂടിയും പറയാം. ക്യാരക്ടർ ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ഓൺ ക്യാരക്ടേഴ്സ്. ദ ഹെഡർ ഫയൽ CC ടൈപ്പ് ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ദീസ് ഫംഗ്ഷൻസ്. CC ടൈപ്പ് എന്നാണ് അതിൽ ഉപയോഗിക്കുക ഹെഡർ ഫയലായിട്ട്. ഈസ് അപ്പർ. ദിസ് ഫംഗ്ഷൻ ചെക്സ് ഇഫ് എ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. ഈ ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് അപ്പർ എന്ന് ഉപയോഗിക്കുന്നത്. ദ ഫംഗ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ്. അപ്പോൾ ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യുക എന്നത് എപ്പോഴാണ്? ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ്. അപ്പർ കേസിലാണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അതർവൈസ് 0. ദെൻ ഈസ് അപ്പർ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ A ദാറ്റ് റിട്ടേൺസ് 1.
is upper, small letter v, that returns 0. ഇതിൻ്റെ നേരെ തിരിച്ച് ഈസ് ലോവർ, ദിസ് ഫംഗ്ഷൻ ചെക്സ് ഇഫ് എ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ്. ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. കണ്ടോ, ഈസ് ലോവർ ഓഫ് ബി ഈക്വൽ ടു 1. നേരെ തിരിച്ച് അപ്പർ ആണെന്നുണ്ടെങ്കിൽ അത് 0 റിട്ടേൺ ചെയ്യും. ഈസ് ആൽഫ, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക്. ദ ഫംഗ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ക്യാരക്ടർ ഈസ് ഇൻ ആൽഫബറ്റ്. ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും അല്ലേ. ആൽഫബറ്റ് ആണെന്നുണ്ടെങ്കിൽ Q 1 G 1 ഈസ് ഇവിടെ 1 വന്നു, അതേപോലെ അതർ സിമ്പിൾസ് വന്നു, അതൊക്കെ റിട്ടേൺ ചെയ്യുന്ന എന്താണ്, 0 വാല്യൂ. ഈസ് ഡിജിറ്റ്, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ഡിജിറ്റ് ഓർ നോട്ട്. ഡിജിറ്റ് ആണോ അല്ലയോ. ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ദ ഫംഗ്ഷൻ റിട്ടേൺസ് 1 ഇഫ് ദ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ്. ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഈ അതർ സിമ്പിൾ ഡോളർ സിമ്പിൾ അത് 1 റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഡോളർ സിമ്പിളും അതേപോലെ ഡിജിറ്റുകളാണെന്നുണ്ടെങ്കിലും അത് 1 റിട്ടേൺ ചെയ്യുന്നു. ദെൻ ലെറ്റേഴ്സ് ആണെങ്കിൽ Q G ഇതൊക്കെ എന്താണ്, അത് 0 റിട്ടേൺ ചെയ്യുന്നു. ഈ സാൽനം ഇവിടെ രണ്ടും, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ആൽഫ ന്യൂമറിക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ the function returns 1 if the character is alpha numeric. ആൽഫ ന്യൂമറിക് ആണെന്നുണ്ടെങ്കിൽ 1 റിട്ടേൺ ചെയ്യുന്നു, അതർവൈസ് 0 റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ ലെറ്റേഴ്സ് ആൽഫബറ്റിക്കും അതേപോലെ തന്നെ ന്യൂമറിക് വാല്യൂ Q G 1 ഇതൊക്കെ വരുമ്പോൾ എന്താ, 1 റിട്ടേൺ ചെയ്യുന്നു. മറ്റുള്ള സിമ്പലുകൾ വരുമ്പോൾ മാത്രം 0 റിട്ടേൺ ചെയ്യുന്നു. To upper, this function is used to convert the given character into its upper case. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു അപ്പർ ബി, ടു അപ്പർ UPPER ഉണ്ട് കേട്ടോ. ടു അപ്പർ ബി, സ്മാൾ ലെറ്റർ ബി ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ ബി ആക്കി മാറ്റുന്നു. അതേപോലെ ടു ലോവർ ആണെങ്കിൽ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻ ടു ഇറ്റ്സ് ലോവർ കേസ്. ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ടു ലോവർ വൈ, ക്യാപിറ്റൽ വൈനെ സ്മാൾ വൈ ആയി മാറ്റുന്നു. ഓക്കെ, ഇതുവരെ ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത പാർട്ട് അടുത്ത ക്ലാസ്സിൽ ആവാം. ഓക്കെ, താങ്ക് യു.